നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ അല്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മനസ്സുകൊണ്ട് പോലും ഞാൻ ആർക്കും ഒരു തിന്മയും വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം മാത്രം എപ്പോഴും കനൽ വഴിയിലൂടെ കടന്നു പോകുന്നത്? നേരെ മറിച്ച് യാതൊരു നന്മയും ചെയ്യാത്ത, മറ്റുള്ളവരെ ദ്രോഹിച്ച് മാത്രം ജീവിക്കുന്ന ചിലർ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രപഞ്ച രഹസ്യമാണ് കർമ്മ എന്ന നിയമം. കർമ്മം എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് അതൊരു വലിയ ശിക്ഷയാണ് എന്നാണ്. ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികാരമാണ് കർമ്മം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് പലരും. എന്നാൽ യഥാർത്ഥത്തിൽ കർമ്മം എന്നത് ഒരു ശിക്ഷയല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും കൃത്യതയുള്ള, ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ശാസ്ത്രീയ നിയമമാണത്. വിഖ്യാത ശാസ്ത്രജ്ഞനായ ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓരോ പ്രവൃത്തിക്കും അതിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതികരണമുണ്ടാകും. ഈ ഭൗതിക ശാസ്ത്ര നിയമം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ തലത്തിലും കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് എന്താണ്? അത് നല്ല ചിന്തകളോ വാക്കുകളോ പ്രവൃത്തികളോ ആകാം. അത് അതേപടി അല്ലെങ്കിൽ പല മടങ്ങായി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു വലിയ മലനിരകൾക്ക് മുകളിൽ നിന്ന് നമ്മൾ എന്താണ് വിളിച്ചു പറയുന്നത്, അതിൻ്റെ പ്രതിധ്വനി നമ്മുടെ കാതുകളിലേക്ക് തന്നെയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് പോലെയാണത്. നമ്മൾ സ്നേഹമാണ് വിളിച്ചു പറയുന്നതെങ്കിൽ സ്നേഹം തിരിച്ചു വരും. ദേഷ്യമാണെങ്കിൽ അത് ദേഷ്യം തിരിച്ചു വരും. ഇതാണ് കർമ്മത്തിൻ്റെ ഏറ്റവും ലളിതമായ അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കർമ്മം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് സംഭരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. ആത്മീയ ശാസ്ത്രപ്രകാരം കർമ്മത്തിന് 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ ഘട്ടത്തെ നമ്മൾ സഞ്ചിത കർമ്മം എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത് വരുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ കൃത്യമായി വ്യക്തതയോടെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. സഞ്ചിത കർമ്മം എന്നാൽ നമ്മൾ കഴിഞ്ഞ അനേകം ജന്മങ്ങളിലും ഒപ്പം ഈ ജന്മത്തിൻ്റെ ഇതുവരെയുള്ള കാലയളവിലും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളുടെയും, നമ്മുടെ മനസ്സിൽ തോന്നിയ എല്ലാ ചിന്തകളുടെയും ഒരു വലിയ സംഭരണശാലയാണ്. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ടിൽ വർഷങ്ങളായിട്ട് പണം സമ്പാദിച്ചു കൂട്ടുന്നത് പോലെയാണത്. അല്ലെങ്കിൽ ഒരു വലിയ വെയർഹൗസിൽ സാധനങ്ങൾ കുന്നുകൂട്ടി ഇടുന്നത് പോലെയാണത്. നമ്മൾ ചെയ്ത നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും ഈ സഞ്ചിത കർമ്മത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇത് വളരെ വലുതാണ്. ഒരു ജന്മം കൊണ്ട് മാത്രം നമുക്കിത് അനുഭവിച്ച് തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ സംഭരണശാലയിൽ നിന്ന് ഈ ഒരു പ്രത്യേക ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കുവാൻ വേണ്ടി പ്രപഞ്ചം എടുത്തു മാറ്റുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ പ്രാരബ്ധ കർമ്മ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ജനനം, നമ്മൾ ജനിച്ച കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വഴിത്തിരിവുകൾ, മാറ്റാൻ കഴിയാത്ത വലിയ രോഗങ്ങൾ, നമ്മളെ തേടിയെത്തുന്ന വലിയ സൗഭാഗ്യങ്ങൾ, ഇതൊക്കെയും ഈ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഭാഗമാണ്. ഇതിനെ നമുക്ക് അത്ര എളുപ്പത്തിൽ മാറ്റാൻ കഴിയില്ല. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട ഒരു അമ്പ് പോലെയാണത്. അത് വായുവിൽ ഉയർന്നു കഴിഞ്ഞു, അത് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് കൊള്ളുക തന്നെ ചെയ്യും. അതിനെ വഴിയിൽ വെച്ച് തടയാൻ നമ്മൾക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല. അത് അനുഭവിച്ച് തന്നെ തീർക്കണം. അതുകൊണ്ടാണ് ചിലർ ജനിക്കുമ്പോൾ തന്നെ വലിയ കോടീശ്വരന്മാരാകുന്നതും ചിലർ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ജനിക്കുന്നതും ഒക്കെ. അത് അവരുടെ ഈ ജന്മത്തിലെ തെറ്റല്ല, മറിച്ച് പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഫലമാണ്. എന്നാൽ ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും നിരാശപ്പെടുന്നത്. എല്ലാം പ്രാരബ്ധകർമ്മമാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് പരിശ്രമിക്കുന്നത്? എൻ്റെ വിധി ഇതാണെങ്കിൽ എനിക്ക് ഒന്നും മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിച്ച് പലരും നിഷ്ക്രിയരായി ഇരുന്നു പോകും. എന്നാൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ആത്മീയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിമിഷം ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഭാവിയിലേക്ക് ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊരു കർമ്മമുണ്ട്. അതാണ് ആഗാമി കർമ്മം. ഇതാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു താക്കോൽ. കഴിഞ്ഞുപോയ ഭൂതകാലത്തെ മാറ്റാൻ നമ്മൾക്ക് കഴിയില്ല, അത് സത്യമായ കാര്യമാണ്. എന്നാൽ വർത്തമാനകാലത്തിലെ നമ്മുടെ ബോധപൂർവമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മുടെ ഭാവിയെ പൂർണ്ണമായി മാറ്റിയെഴുതാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിധി നിർണ്ണയിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ നിമിഷത്തിൽ പ്രപഞ്ചം നമുക്ക് തന്നിട്ടുണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ കർമ്മഫലങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന്, ഈ വലിയ ചക്രത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ മുക്തി നേടാം? അതിനുള്ള ഒന്നാമത്തെ വഴി ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന നിഷ്കാമ കർമ്മം ആണ്. നിഷ്കാമകർമ്മം എന്ന് പറയുമ്പോൾ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല എന്നർത്ഥം. നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയാണോ ആ ജോലിയും അതിൻ്റെ ഫലത്തെക്കുറിച്ച്, അതായത് എനിക്കിതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും, ഞാൻ ഇത് ചെയ്താൽ എനിക്ക് എന്താണ് പ്രതിഫലം കിട്ടുന്നത്, എന്ത് പ്രശസ്തിയാണ്, എന്ത് സൽപ്പേരാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് പ്രതിഫലം കിട്ടും എന്നൊക്കെ അമിതമായി നമ്മൾ ചിന്തിച്ച് വ്യാകുലപ്പെടാതെ പൂർണ്ണ ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുക. ഇത് എന്നിൽ ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യമാണ്, ഇത് ഞാൻ ചെയ്യുകയാണ്, അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. അതാണ് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലത്തോട് നമ്മൾ അമിതമായ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സാർത്ഥമായ ആഗ്രഹം ഇല്ല എങ്കിൽ പുതിയ കർമ്മങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കില്ല. കടലിൽ വലിയ തോണി ഇറക്കിയാലും തോണിക്ക് താഴെ വെള്ളമുണ്ടെങ്കിലും ആ വെള്ളം തോണിക്കുള്ളിലേക്ക് കയറാത്തതുപോലെ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചാലും ഈ ലോകത്തിലെ കർമ്മങ്ങൾ നമ്മളെ ബാധിക്കില്ല. ചെയ്യുന്ന ജോലി ദൈവത്തിനുള്ള സമർപ്പണമായിട്ട് മാറുമ്പോൾ കർമ്മം നമ്മളെ ബാധിക്കാതെയാകും. സാക്ഷിഭാവം നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുക എന്നതാണ് ഇനിയൊരു വഴി. ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ അയ്യോ പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ ചതി ചെയ്യുന്നത് എന്ന് ചോദിച്ച് കരയുന്നതിന് പകരം ഇത് എൻ്റെ പ്രാരാബ്ധ കർമ്മത്തിൻ്റെ കടം തീരുകയാണ്, ഈ ദുരനുഭവത്തിലൂടെ എൻ്റെ പഴയ പാപങ്ങൾ കഴുകി പോകുകയാണ് എന്ന വലിയ തിരിച്ചറിവോടെ അതിനെ നേരിടുക. ഒരു തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന പ്രേക്ഷകനെ പോലെ ജീവിതത്തിലെ സുഖങ്ങളെയും ദുഃഖങ്ങളെയും മാറി നിന്ന് കാണാൻ പഠിക്കണം. സ്ക്രീനിൽ കരച്ചിൽ വരുമ്പോൾ പ്രേക്ഷകൻ കരയുന്നില്ല. കരയുമോ? കരയുന്നവരുണ്ടാവും. കരയാത്തവർ, കാരണം അതൊരു സിനിമ മാത്രമാണെന്ന് അയാൾക്കറിയാം. അതേപോലെ ജീവിതവും ഒരു വലിയ നാടകമാണെന്ന് മനസ്സിലാക്കി സുഖം വരുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും ദുഃഖം വരുമ്പോൾ തളർന്നു പോകാതിരിക്കാനും ഈ സാക്ഷിഭാവം നമ്മളെ സഹായിക്കും. ഇനിയൊന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുതിയ കർമ്മങ്ങളെ, അതായത് ആഗാമി കർമ്മങ്ങളെ പൂർണ്ണമായും ശുദ്ധീകരിക്കുക എന്നതാണ്. അതെങ്ങനെയാണ്? പ്രവൃത്തികളിൽ മാത്രമല്ല, നമ്മുടെ ചിന്തകളിൽ പോലും മറ്റൊരാൾക്ക് ഒരു ദോഷം വരുത്താൻ നമ്മൾ ആഗ്രഹിക്കരുത്. കാരണം പുറത്തേക്ക് വരുന്ന പ്രവൃത്തികളേക്കാൾ വേഗത്തിൽ കർമ്മത്തിൻ്റെ വിത്തുകൾ രൂപപ്പെടുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളിലാണ്. മറ്റുള്ളവരെ സഹായിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, ആപത്തിൽ കിടക്കുന്നവർക്ക് താങ്ങാകുക, പ്രകൃതിയോടും ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുക, ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇവിടെ ഒരു മനോഹരമായ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഗ്ലാസ് നിറയെ ഉപ്പുവെള്ളം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. ഉപ്പുവെള്ളം നിറച്ച ഒരു ഗ്ലാസ്. ആ ഉപ്പ് മുഴുവനും പെട്ടെന്ന് എടുത്തു കളയാൻ നമ്മൾക്ക് കഴിയില്ല. എന്നാൽ ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ശുദ്ധമായ നല്ല വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് സമയം കഴിയുമ്പോൾ ആ പഴയ ഉപ്പുവെള്ളം മുഴുവനും പുറത്തേക്ക് ഒഴുകിപ്പോവുകയും ഗ്ലാസ്സിൽ ശുദ്ധമായ നല്ല വെള്ളം മാത്രം ബാക്കിയാവുകയും ചെയ്യും. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. അതേപോലെ പുതിയ നല്ല കർമ്മങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പഴയ തിന്മകളുടെ തീവ്രത താനെ കുറഞ്ഞു പോകും. അതാണ് സത്യം. ഇതിനെല്ലാം പുറമെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ 2 കാര്യങ്ങൾ കൂടി നമ്മൾ കർശനമായി ശീലിക്കണം. അതിൽ ഒന്നാമത്തേത് ക്ഷമിക്കലാണ്. അതാണ് ആർക്കും പറ്റാത്തത്. ക്ഷമിക്കാനോ? അവനോടോ? ഞാനോ? ഒരിക്കലുമില്ല. ഞാൻ മരിച്ചാൽ പോലും ക്ഷമിക്കില്ല, മരിച്ചാൽ പോലും ഞാൻ മറക്കില്ല അവൻ എന്നോട് ചെയ്ത ദ്രോഹം, ഇങ്ങനെ പറയുന്നവരാണ് അധികം. നമ്മളെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴും അതിനായി നമ്മൾ പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും നമ്മൾ അവർക്കെതിരെ പുതിയൊരു കർമ്മദോഷം കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് എത്ര പേർക്കറിയാം? അതുകൊണ്ട് അവരോട് പൂർണ്ണമായി ക്ഷമിക്കുക. ആ അധ്യായം അവിടെ അവസാനിപ്പിക്കുക. ശിക്ഷിക്കാൻ പ്രപഞ്ചത്തിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അത് പ്രപഞ്ചം ഈ കാലം തെളിയിച്ചു കൊള്ളും. അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തേക്കുക. രണ്ടാമത്തേത് സമർപ്പണമാണ്. ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, എൻ്റെ മിടുക്കുകൊണ്ടാണ് ഞാൻ വളർന്നത് എന്ന അഹംഭാവം പൂർണ്ണമായി ഒഴിവാക്കി നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും ആ വലിയ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ സമർപ്പിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ കർമ്മം എന്ന് പറയുമ്പോൾ നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ ജയിലാണ് എന്ന് തോന്നാം. എന്നാൽ ആ ജയിലിൻ്റെ താക്കോലിരിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ സ്വന്തം കൈകളിൽ തന്നെയാണ് അതിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ പ്രവൃത്തികളെയും ഇന്ന് ഈ നിമിഷം മുതൽ മാറ്റിപ്പണിയുക. പ്രാരബ്ധകർമ്മം കാരണം വരുന്ന പ്രതിസന്ധികളെ പൂർണ്ണമായി മാറ്റാൻ കഴിയില്ലായിരിക്കാം.
പക്ഷേ അതിനെ നേരിടാനുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെയും ആ മനോഭാവത്തെയും മാറ്റാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. മഴ പെയ്യുന്നത് തടയാൻ ആർക്കാണ് കഴിയുക? ആർക്കും കഴിയില്ല. എന്നാൽ ഒരു കുട ചൂടി മഴ നനയാതെ നടക്കാൻ നമുക്ക് കഴിയില്ലേ? അതിന് നമ്മൾക്ക് അറികുറി തരും ഈ പ്രപഞ്ചം. മഴക്കാറ് മൂടും, നല്ല കാറ്റ് വീശും, അപ്പോഴേ നമുക്കറിയാം മഴ വരുന്നുണ്ടെന്ന്. അപ്പോൾ വെളിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഒരു കുട എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത് ആ പോകുന്ന ആളിൻ്റെ കടമയാണ്. അത് ചെയ്യാതെ കുടയെടുക്കാതെ പോയിട്ടും ആ മഴ നനഞ്ഞിട്ട് വന്നാൽ ആരുടെ കുറ്റമാണ്? മഴയുടെ കുറ്റമാണോ? പ്രപഞ്ചത്തിൻ്റെ കുറ്റമാണോ അത്? അല്ല. അപ്പോൾ ആ കുടയാണ് ആത്മീയ ജ്ഞാനം. നിഷ്കാമകർമ്മത്തിലൂടെയും പ്രപഞ്ചത്തോടുള്ള നന്ദിയിലൂടെയും ഏത് വലിയ കർമ്മഫലങ്ങളിൽ നിന്നും നമുക്ക് പൂർണ്ണ മുക്തി നേടാം. അപ്പോൾ ഇങ്ങനെയുള്ള കർമ്മഫലങ്ങളിൽ നിന്നും പ്രാരാബ്ധ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ധ്യാനം. ധ്യാനം എന്ന് പറയുമ്പോൾ എല്ലാവരും അവർക്ക് കാറ് വേണം, നല്ല വീട് വേണം, നല്ല ജോലി വേണം, നല്ല ഭാര്യയെ കിട്ടണം, നല്ല ഭർത്താവിനെ കിട്ടണം, നല്ല എന്തൊക്കെയോ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ് കൂടുതലും. പക്ഷേ ധ്യാനം അതല്ല. ഭഗവാൻ മഹാദേവനെ നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ്? കണ്ണുകൾ പൂട്ടി ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുന്ന രൂപത്തിലാണ്. എന്താണ് ഈ ശിവരൂപം നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രപഞ്ചത്തിലെ എല്ലാ കോലാഹലങ്ങൾക്കും നടുവിലും സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞ് ശാന്തമായിരിക്കുക എന്നാണ് ധ്യാനം. ആ ധ്യാനം എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ചിരിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെയും പുറത്ത് കിടക്കുന്ന സംഭവങ്ങളെയും വെറുമൊരു സാക്ഷിയായി നോക്കിക്കാണാനുള്ള പരിശീലനമാണത്. ഈ കഴിഞ്ഞിടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരാൾ പറയുന്നു മെഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാം താറുമാറാകും, രാത്രി ഉറക്കളച്ചിരുന്ന് ധ്യാനം ചെയ്യുന്നവരുണ്ട് എന്നുള്ളതൊക്കെ. ഒരു ഹീലറാണ് പറഞ്ഞത്. ഈ മെഡിറ്റേഷനിലൂടെ ഒരാൾ നേരെ ആയിട്ടുണ്ടെങ്കിൽ ഹീലർമാർക്കൊന്നും ജോലിയില്ലാതാകും. അതാണ് എൻ്റെ ശരിയായ ധ്യാനമാർഗത്തിലൂടെ ശരിയായ ധ്യാനമാർഗം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ജീവിതത്തിനെ പറ്റിയും തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. തനിക്ക് വരുന്ന എന്ത് ദുർനിമിത്തങ്ങളാണെങ്കിലും അതൊന്നും ബാധാദോഷമല്ല, അതൊന്നും മറ്റുള്ളവരുടെ ശത്രുതാ ദോഷമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ആചരിക്കുന്നത് ശ്രീരാമദേവൻ അനുഭവിച്ച അതുപോലെയുള്ള ഒരു ദുരന്ത ജീവിതം സാധാരണ ഒരു മനുഷ്യനാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകും. ഇളയമ്മയുടെ പേരിൽ കേസ് കൊടുക്കാം, എന്തെല്ലാം. രാമായണത്തിലെ രാമായണ മാസം എന്ന് പറയുമ്പോൾ രാമായണത്തിൻ്റെ ചരിത്രങ്ങളാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും പഠിക്കുമ്പോഴും മനുഷ്യൻ കാണേണ്ട ജീവിതമാണത്. പക്ഷേ ഇന്നത്തെ മനുഷ്യൻ എങ്ങനെയാണ്? എവിടെയാണ് ശ്രീരാമദേവൻ പരിഹാരത്തിന് പോയത്? തന്നിൽ ഒരു കർത്തവ്യത്തോടെയാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. ആ കർത്തവ്യത്തിനോടടുക്കും വരേക്കും അനുഭവിക്കേണ്ട എല്ലാ കർമ്മങ്ങളും ഭഗവാൻ ശ്രീരാമദേവൻ അനുഭവിച്ച് തന്നെയാണ് പോയത്. ഒന്നിനും പരിഹാരം നേടിയില്ല. ഈ ഒരു തിരിച്ചറിവാണ് മനുഷ്യർക്കുണ്ടാവേണ്ടത്. അല്ലാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു, അതുവഴി ശിവൻ്റെ അമ്പലങ്ങളിൽ പോയി വഴിപാടും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് അതുവഴി പോയി ഒരു മന്ത്രവാദിയെ കണ്ട് ഒരു ജ്യോതിഷനെ കണ്ട് പരിഹാരം തേടുന്നത് ഒരു ശരിയായ മാർഗമാണോ? ഒരിക്കലുമല്ല. ശരിയായ ധ്യാനം, നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകുകയാണ്. മനസ്സ് ശാന്തമാകുമ്പോൾ വരും പര്യായികളെക്കുറിച്ച് ചിന്തിക്കാതെ ബോധപൂർവം പ്രവർത്തിക്കാനുള്ള വിവേകം നമുക്ക് ലഭിക്കും. നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ആരാണോ? ഭർത്താവാണോ? ഭാര്യയാണോ? അച്ഛനാണോ? അമ്മയാണോ? അമ്മായിമ്മയാണോ? അമ്മായിയച്ഛനാണോ? സഹോദരങ്ങളാണോ? ആരാണ് നമ്മളെ ദ്രോഹിക്കുന്നെങ്കിലും അതിൻ്റെ എല്ലാം സൂക്ഷ്മ സത്യങ്ങൾ നമുക്ക് മനസ്സിലാകും. കർമ്മങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ചിന്തകളിൽ നിന്നാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? ധ്യാനം ചെയ്യുന്നത് വഴി നമ്മുടെ മനസ്സിലെ അനാവശ്യ ചിന്തകളുടെ വേഗത കുറയും. ചിന്തകൾ കുറയുമ്പോൾ നമ്മൾ പുതിയ കർമ്മദോഷങ്ങൾ ചെയ്യുന്നത് താനേ ഇല്ലാതാകും. അതിലുമുപരി തീവ്രമായ ധ്യാനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മീയ ഊർജം അല്ലെങ്കിൽ അഗ്നി രൂപപ്പെടുന്നുണ്ട്. ജ്ഞാനമാകുന്ന ആ അഗ്നിക്ക് നമ്മുടെ സഞ്ചിത കർമ്മങ്ങളെ പോലും ദഹിപ്പിച്ച് കളയാനുള്ള ശക്തിയുണ്ട്. ഭഗവാൻ മഹാദേവൻ തൻ്റെ 3-ാം കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കിയതുപോലെ ഉള്ളിലെ ധ്യാനമാകുന്ന 3-ാം കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ പഴയ കർമ്മബന്ധനങ്ങളും ഭസ്മമായി മാറും. പ്രാരാബ്ധ കർമ്മം കാരണം ജീവിതത്തിൽ വലിയൊരു ദുരന്തം വരുമ്പോൾ ധ്യാനിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ കണ്ട് ഭയം വരില്ല. അവിടെ ഭയപ്പെടാതെ ഇതും കടന്നു പോകും എന്ന പരമമായ ശാന്തതയോടെ അതിനെ നേരിടാൻ കഴിയും.
ശിവൻ വിഷം കഴിച്ച് ഈ പ്രപഞ്ചത്തെ രക്ഷിച്ചതുപോലെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ അമൃതമാക്കി മാറ്റാനുള്ള മാനസിക ശക്തി ധ്യാനത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ധ്യാനത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, ശിവതത്വത്തിലേക്ക് ആഴ്ന്നിറങ്ങുക. മഴ പെയ്യുന്നത് തടയാൻ നമ്മൾക്ക് കഴിയില്ല, എന്നാൽ ഒരു കുട ചൂടി മഴ നനയാതെ നടക്കാൻ നമ്മൾക്ക് കഴിയും. ആ കുടയാണ് ആത്മീയജ്ഞാനം. നിഷ്കാമ കർമ്മത്തിലൂടെയും പ്രപഞ്ചത്തോടുള്ള നന്ദിയിലൂടെയും ഏത് വലിയ കർമ്മഫലത്തിൽ നിന്നും നമ്മൾക്ക് പൂർണ്ണ മുക്തി നേടാം. ഈ ഒരു അറിവ് നിങ്ങളുടെ ചിന്തകളെ സ്വാധീനിച്ചുവെന്ന് ഞാൻ കരുതുന്നു. ശിവതത്വത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചുമുള്ള ഇത്തരം കൂടുതൽ ചിന്തകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും ഒക്കെ താഴെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ആത്മീയ ചിന്തയുമായി കാണാം. എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.